ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് വലിയ റിക്കവറി മാർക്കറ്റിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ റിക്കവറി കണ്ടപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, വാറെങ്ങാനും നിന്നോ, വൻ റിക്കവറി ആണല്ലോ. അപ്പോൾ ഖത്തറിലുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തേക്കാം, സാറേ ഇപ്പം അപ്പുറത്ത് ഒരു ബോംബ് വീഴും. വാറ് വരും എന്ന് നേരത്തെ അറിയില്ലായിരുന്നു, പക്ഷേ ഓവർവാല്യൂഡ് ആയിരുന്നു. എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം വന്നത് ആക്ച്വലി ഇതിനൊന്നും വേണ്ടിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്ന ന്യൂസ് മുക്കിക്കളയാൻ വേണ്ടി ഒരു യുദ്ധം ഉണ്ടാക്കിയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 എൻഡും 27 മാർക്കിൽ ഒരു ബുള്ളിഷ് റാലി ഒരു പക്ഷേ നമ്മൾ കണ്ടേക്കാം. ആദ്യമായിട്ട് ബുള്ളിഷ് മാർക്കറ്റ് നിന്റെ കരുനാക്കാണല്ലേ. ബെയറിഷ് എന്ന് പറഞ്ഞു മാർക്കറ്റിനെ ഇത്രയും ബെയറിഷ് ആക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്ന് സിൽവി, കരുതാക്കായതുകൊണ്ടൊന്നും അല്ല അത്. സത്യാവസ്ഥ വാറ് വരും എന്ന് നേരത്തെ അറിയില്ലായിരുന്നു, പക്ഷേ ഓവർവാല്യൂഡ് ആയിരുന്നു. എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ 24,400 ആക്ച്വലി അതൊരു നല്ല ഡിമാൻഡ് സോണാണ്. അപ്പോൾ ആ ലെവലിൽ വന്നിട്ട് ബൗൺസ് ബാക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റ് വീണ അത്ര ഇന്ത്യൻ മാർക്കറ്റ് വീണില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി കുറവിലായിരുന്നു. ഇനി മാർക്കറ്റ് വീഴാനില്ല എന്ന് പറയില്ല. 24,400 എന്ന് പറയുന്ന റേഞ്ച് ഭയങ്കര ക്രൂഷ്യൽ റേഞ്ചാണ്. എല്ലാവരും നോക്കി വയ്ക്കുക. പുതിയ സ്റ്റോക്ക് വാങ്ങാൻ സമയമായോ എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയും ആയിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യുക. കാരണം ഈ വാരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു ധാരണയില്ല. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് തിരിച്ചു കയറി. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് വലിയ റിക്കവറി മാർക്കറ്റിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ റിക്കവറി കണ്ടപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, വാറെങ്ങാനും നിന്നോ, വൻ റിക്കവറി ആണല്ലോ. അപ്പോൾ ഖത്തറിലുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തേക്കാം, സാറേ ഇപ്പം അപ്പുറത്ത് ഒരു ബോംബ് വീഴും. അത് ഇന്ന് ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ആ റാലി നടത്തുന്ന സമയത്ത് ഖത്തറിലെ US എംബസിയിൽ ഇറാൻ്റെ അറ്റാക്ക് നടന്നേക്കാണ്. എനിക്കാണ് ഇറാൻ എന്താ പറയുക പാച്ചപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ചർച്ചയ്ക്ക് ഒരുവിധമൊക്കെ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറയുന്നത് ചർച്ചയ്ക്കും തയ്യാറല്ല, യുദ്ധം ചെയ്യാനും തയ്യാറല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ന്യൂക്ലിയർ സൈറ്റുകളെല്ലാം ചെക്കിങ്ങിന് കൊടുക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ US ഇസ്രായേലോ പോയി ചെക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞൊരു ന്യൂക്ലിയർ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ആരാണ് തെറ്റുകാർ? ആരംഗീകരിക്കൊന്നുമില്ല. ഇതിപ്പോൾ ഇറാഖിൽ പോയി അമേരിക്കയെ യുദ്ധം ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണ്. അവിടെ എന്തൊക്കെയോ ബോംബുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്തത്. പക്ഷേ ഏറ്റവും അവസാനം ഒന്നും കണ്ടെത്തിയില്ല. സദാം ഹുസൈനെ പിടിച്ച് വധിച്ചു എന്നല്ലാതെ മറ്റ് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ഇറാഖ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രം കുട്ടിച്ചോറാക്കി. അപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, ഈ യുദ്ധം വന്നത് ആക്ച്വലി ഇതിനൊന്നും വേണ്ടിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്ന ന്യൂസ് മുക്കിക്കളയാൻ വേണ്ടി ഒരു യുദ്ധം ഉണ്ടാക്കിയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് കോൺസ്പിറൻസി തിയറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ ഈ യുദ്ധത്തിനേക്കാൾ എത്രയോ സ്ട്രോങ് ആണെന്നറിയോ. അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താ? ചർച്ച മൊത്തം ഇറാൻ അമേരിക്ക വാറിനെ കുറിച്ചിട്ട് തന്നെയാണ്. എനിക്കിത് വാറെന്ന് പോലും പറയാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ്. ഇതൊരു എന്താ പറയുക, ഒരു രാജ്യത്തോട് ചെയ്യുന്ന അധിനിവേശമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണും. അവർക്ക് കുട്ടികളെ കയറി ആക്രമിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്ഥിരമായിട്ടുള്ളവരുടെ ഒരു പാറ്റേൺ ആണ് സ്കൂളുകളും ഹോസ്പിറ്റലുകളും അറ്റാക്ക് ചെയ്യാന്നുള്ളത്. കാണാലോ ട്രംപിന്റെ കുട്ടികളോട്. അതൊക്കെ പുറത്തു വന്നല്ലോ. കുട്ടികളോടും ഇതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം എല്ലാ ആളുകളും എന്താ പറയുക, ഇപ്പോൾ ഇന്നലെ വന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടില്ലേ? ഇന്നലെ വന്ന വീഡിയോസൊക്കെ എക്സ്ട്രീം വീഡിയോസ് ആയിരുന്നു എപ്സ്റ്റീൻ ഫയൽസിൽ. എല്ലാവരും അത് അറിയണം. നമ്മൾ ഭയങ്കര മഹാന്മാരാണെന്ന് വിചാരിക്കുന്ന ഇതൊക്കെയാണ്. ഇവർക്കൊക്കെ വേണ്ടിയാണ് ഇവർ യുദ്ധം നടത്തുന്നത്. ആ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റൊക്കെ ഇടിയുന്നത്. അപ്പോൾ ഇതെല്ലാം വെൽ പ്ലാൻഡ് സെറ്റപ്പാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതുകൊണ്ട് യഥാർത്ഥത്തിലൊരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് യഥാർത്ഥത്തിലൊരു റീസൺ കൊണ്ടാണെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടുപോകാനുള്ള വലിയ സാധ്യതകളൊന്നും ഇല്ല എന്ന് തന്നെ റീഡ് ചെയ്യാം. കാരണം ഈ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ചൂടൊക്കെ ആറി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇറാൻ്റെ തലവനെ വധിച്ച സ്ഥിതിക്ക് ഇറാൻകാർ വെറുതെ ഇരിക്കും. അവർക്ക് ആ ഒരു അവർ വെറുതെ ഇരിക്കില്ല. അവർ എന്ത് അറ്റാക്ക് ചെയ്യാനാണ്? അവർക്ക് ആകെ അറ്റാക്ക് ചെയ്യാനുള്ള അവരുടെ കുറച്ച് ഡ്രോണുകളുണ്ട്. ഇപ്പോൾ റഷ്യ-യുക്രൈൻ വാറിൽ പോലും റഷ്യ ഉപയോഗിച്ചത് ഇറാൻ്റെ ഡ്രോണുകളാണ്. അപ്പോൾ ഇറാൻ്റെ ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25-30 ലക്ഷം രൂപയൊക്കെ കോസ്റ്റ് മാത്രം വരുന്ന ലോ കോസ്റ്റ് സെറ്റപ്പാണ്. ഈ ഡ്രോണിനെ തകർക്കാൻ ഇസ്രായേലും അമേരിക്കയും കോടികളാണ് ചിലവാക്കുന്നത്.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത്രയും വലിയ ചിലവ് ഈ യുദ്ധം കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വേൾഡിൻ്റെ പെട്രോളിയത്തിൻ്റെ വില കൂടുമെന്നുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് ഡയറക്റ്റ്ലി വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ പ്രോബ്ലം വരാൻ പോകുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും മറ്റ് ഏഷ്യൻ കൺട്രീസിനാണ്. കാരണം ഇറാൻ വഴിയാണ് ലോകത്തിലെ എല്ലാ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെയും മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. അതായത് വേൾഡിൽ ഏഷ്യയിലോട്ട് വരുന്ന 60 മുതൽ 70% വരെ പെട്രോളിയം വരുന്നത് ഈ പറഞ്ഞ ഇറാൻ്റെ സൈഡ് വഴിയാണ്. അപ്പോൾ ഇന്ന് ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് സൗദി അറേബ്യ എക്സ്ട്രാ ക്രൂഡ് ഓയിൽ മാർക്കറ്റിലോട്ട് ഒഴുക്കിയിട്ടുണ്ട്. കാരണം പെട്രോളിൻ്റെ വില പിടിച്ചു നിർത്തേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഈ രീതിയിലുള്ള കൺട്രോൾ മെഷേഴ്സ് കൊണ്ട് കുറച്ച് നാളൊക്കെ പിടിച്ച് നിന്നേക്കാം. പക്ഷേ ഇതൊക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം അത്ര നല്ല കാര്യമല്ല. ഈ പറഞ്ഞ 24,400 ലെവൽസിൻ്റെ താഴത്തോട്ട് ട്രേഡ് പോയി കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് വന്ന ലോയാണ് 24,350 24,400 റേഞ്ച്. ഈ റേഞ്ചിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് ബാഡാകും. കാരണം തൊട്ട് താഴെ നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 22,000 ഒക്കെയാണ്. പ്ലീസ് നാക്കെടുത്ത് വളക്കരുത്. 22,000 എത്തുന്നതൊക്കെ ഞാൻ കാര്യം മാർക്കറ്റ് കറക്റ്റ്. ഞാൻ 22,000 എത്തി ഹാപ്പി. പൈസ റെഡിയാക്കി വെക്കാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സാധനം തലക്കടിച്ച് വിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ചിലപ്പോൾ ഇടിയായിരിക്കും. ക്യാഷ് റിസർവ് ഉണ്ടെങ്കിൽ വി ക്യാൻ ബൈ. ആരാണ് പേടിക്കേണ്ടതെന്ന് അറിയോ? മാർജിൻ ട്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ലോസ് കണ്ടാലുള്ള സങ്കടമല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. താഴെ പോകുമ്പോൾ ഇപ്പോൾ ഉള്ള പോർട്ട്ഫോളിയോൻ്റെ ഒരു 20% പൈസ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ എത്ര ഇരട്ടി കയറിയിട്ടുണ്ടാവും. പക്ഷെ എത്ര നാളായി അതൊരു ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? FISനോ ഒരു പ്രോപ്പർ എൻട്രി കിട്ടിയിട്ടില്ല. അങ്ങനെ എൻട്രി കിട്ടിയാൽ മാർക്കറ്റ് വിൽ റാലി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു എൻട്രി കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വരണം. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വരണമെങ്കിൽ അത് 22,000 23,000 ഒക്കെ എത്തിയാലേ അതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ വരെ കൊണ്ടുപോയിട്ട് FIS വയ്യുള്ളൂന്നാണ് சொல்லுவாங்க. അവിടെ വന്നാൽ ഇതൊരു ഡിസ്കൗണ്ടഡ് വന്നാൽ എന്താ ഗുണം? ആക്ച്വലി 100 രൂപ ഇടാൻ വെച്ചിരിക്കുന്ന ആൾ 200 ഇടില്ലേ? FIS ഇടും. അത് മാർക്കറ്റിൽ കൂടുതൽ ലിക്വിഡിറ്റി കൊണ്ടുവരികയും മാർക്കറ്റിനെ കൂടുതൽ മുകളിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2026 എൻഡും 27 മാർക്കറ്റിലൊരു ബുള്ളിഷ് റാലി ഒരു പക്ഷേ നമ്മൾ കണ്ടേക്കാം. അങ്ങനെയൊന്നുമില്ല. ഞാൻ മാർക്കറ്റിൽ ബുള്ളിഷ് ആവേണ്ട സമയത്ത് ബുള്ളിഷ് ആകും. ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ 26,300 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് മുകളിൽ പോവില്ല. സിൽവറിൻ്റെ കേസിൽ ഞാൻ എന്താണെന്ന് പറഞ്ഞത്, അന്ന് ബുക്ക് ചെയ്യാൻ നമ്മുടെ ക്ലയൻസിന് മൊത്തം കൊടുത്തിട്ട് ഞാൻ 70-75 റേഞ്ചിൽ തിരിച്ച് ബൈ ചെയ്തോളാൻ പറഞ്ഞു. അത് തിരിച്ച് 90 വരെയും പോയി, വീണ്ടും ഇപ്പോൾ ഒരു 80-ലെത്തിയിട്ടുണ്ട്. 70 താഴെ പോയിട്ടില്ലല്ലോ, സേഫാണ്. കിറ്റെക്സ് ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്കാണ്. കിറ്റെക്സ് വാർ വന്നപ്പോൾ താഴെ പോയി. ഞാൻ പറയുന്നു അത് പേടിക്കേണ്ട ആവശ്യമില്ല, വാർ കൊണ്ട് മാത്രമാണ്. വാർ മാറിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു വരും. നമ്മൾ പറഞ്ഞ ബൈ പ്രൈസ് ഈസ് 175 180 ഒക്കെയാണ്. IT കേസിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. IT നല്ല രീതിയിൽ ഫാൾ ചെയ്തിട്ടുണ്ട്. IT എപ്പോൾ തിരിച്ചു കയറണമെന്ന് ഞാൻ ചോദിച്ചാൽ ലാർജ് ക്യാപ്പ് IT സ്റ്റോക്കുകളിൽ നമ്മൾ കയറാതിരിക്കുക. മിഡ് ക്യാപ്പ് IT സ്റ്റോക്ക് പേഴ്സിസ്റ്റൻറ്റ്, കൊഫോർജൊക്കെ വീണിട്ടില്ല എന്നല്ല, വീണിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളിൽ കുറച്ചുകൂടി AI ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികൾ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് നൽകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 22 ട്രേഡ് ടോക്സിൻ്റെ ഓൾ കേരള ട്രേഡേഴ്സ് സബ്മിറ്റ് നമ്മളൊക്കെ വിചാരിച്ചതിൻ്റെ 10 ഇരട്ടി അടിപൊളിയായിട്ട് നടന്നു. സോ ഒത്തിരി ആൾക്കാർക്ക് വരാൻ പറ്റി. നമ്മളെക്കുറിച്ചുള്ള കുറേ ക്ലാരിറ്റി പല ആൾക്കാർക്കും ഉണ്ടായി. കുറേ പുതിയ ആൾക്കാർ വന്നു. ആക്ച്വലി അതൊരു നല്ല ഇവൻ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അവിടെ വന്ന ആൾക്കാർക്ക് കുറേ കുഞ്ഞു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അവർ പല രീതിയിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളൊക്കെ ഭയങ്കര അടിപൊളി ഇവൻ്റ് ആയിരുന്നു. ഇവർ ആ ഇവൻസിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് അൻസാരി കേട്ടോ കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. പിള്ളേരത് ചെയ്യായിരിക്കും. How to select stocks for swing trading. എങ്ങനെ ആ വെബ്സൈറ്റ് ഉപയോഗിക്കാം, എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, എങ്ങനെ സ്ട്രാറ്റജീസ് ബാക്ക് ടെസ്റ്റ് ചെയ്യാം.
അതെ, എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ ഒരു ഇവന്റ് 2 ആഴ്ച കഴിഞ്ഞു. ഇവൻറ്റിൻ്റെ മേജറായിട്ടുള്ള സെഷൻസ് നമ്മൾ ട്രേഡേഴ്സ് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെടുത്ത് ഇവൻറ്റ്സ് ഏതെങ്കിലും സ്പീക്കേഴ്സോ ഒക്കെ അടിക്കുകയാണെങ്കിൽ അവരുടെ സെഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിവീൽ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ പങ്കെടുക്കാത്ത ആൾക്കാർക്കും റിപ്പീറ്റ് ചെയ്ത് കാണാൻ അതൊരു അവസരമായിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിലോട്ട് തിരിച്ചു പോയോ? ഇന്ത്യ ട്രേഡ് ഡീലൊക്കെ ആരും സംസാരിക്കാൻ പോലില്ലാത്ത അവസ്ഥയായില്ലേ? എന്ത് ട്രേഡ് ഡീൽ എന്നുള്ളതാണ്. ട്രംപിന്റെ കാര്യം ഒരു രക്ഷയില്ലാതെ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കൊടുക്കേണ്ട മഹത് വ്യക്തിത്വമായിട്ട് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി പബ്ലിക് സോഷ്യൽ മീഡിയ അറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും അമേരിക്കയെ നമ്മുടെ ഫ്രണ്ട് ആക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ അകത്ത് ഇറാൻ നമ്മുടെ നല്ല ലോങ് ടൈം അലൈയാണ്. ഇസ്രായേൽ കഴിഞ്ഞ 20-30 വർഷമായിട്ട് നമ്മുടെ അലൈയാണ്. ഈ 2 അലൈകൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ വേറൊരു വാർത്തയാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന, സന്തോഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം നല്ല വാർത്തയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭയങ്കരമായിട്ടുള്ള വാറിലാണ്. മറ്റേ വാറിൽ ഈ വാറിൻ്റെ ന്യൂസ് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് താലിബാനും പാകിസ്ഥാനും നല്ല തകർപ്പൻ വാറിലാണ് 2 ദിവസമായിട്ട്. എക്സ്ട്രാ ഓർഡിനറിയാണ്. പാകിസ്ഥാൻ പബ്ലിക്കലി വാർ അനൗൺസ് ചെയ്തിട്ട് തന്നെയാണ് വാർ ചെയ്യുന്നത്. പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ കാശ്മീരിൻ്റെ കേസിലും അവിടെയുള്ള യുദ്ധങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാശ്മീരിലോട്ട് ട്രിപ്പിന് പോകാൻ പറ്റിയ സമയം കൂടി. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പറയുമെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വിഷമമുള്ള കാര്യം തന്നെയാണ്. അത് നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് പേരുടെ ജീവനുകളാണ് അവിടെ. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇതിനോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിൽവി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മില്യനേഴ്സൊക്കെ ബങ്കറുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോർത്ത് പോളിലും ഒക്കെ ആയിട്ട് ഒരു വർഷമോ 6 വർഷമോ 10 വർഷമോ സുഖമായിട്ട് ബങ്കറിൽ പോയി താമസിക്കാനുള്ള മാർക്ക് സക്കംബർഗ്, ജെഫ് ബസോസ്, ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ബങ്കറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യുദ്ധങ്ങൾ വരുന്നു, വലിയ വലിയ ആൾക്കാർ ബങ്കറുകൾ, ഒരാളല്ല കേട്ടോ, ഒരാളാണെങ്കിൽ അവൻ എന്തെങ്കിലും പ്രാന്ത് പിടിച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. എല്ലാ മില്യനേഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂക്ലിയർ വാറൊക്കെ നടന്ന് ഒരു ന്യൂക്ലിയർ ബോംബുകളൊക്കെ പൊട്ടി ലോകത്ത് വീണ്ടും ഒരു ഹിമയുഗത്തിലോട്ടൊക്കെ പോയാൽ ഇവർ മാത്രം പോയിട്ട് അവിടെ ഒളിച്ചിരുന്ന് രക്ഷപ്പെടുമോ, നമ്മളൊക്കെ മരിച്ചു പോകുമോ എന്നുള്ളൊരു പേടി ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പേഴ്സണലി എനിക്കുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഒരു ബങ്കർ പോയിട്ട് വല്ല ബങ്കർ ഉണ്ടാക്കാം, ഒരു മില്യനർ ആവട്ടെ, നമുക്കൊരു ബങ്കർ ഉണ്ടാക്കാം. അതിനൊക്കെ അങ്ങനെ ചേർത്ത് വെച്ച് വായിച്ച് കഴിയുമ്പോഴാണ് എപ്സ്റ്റീൻ ഫയൽസ് വരുന്നു. ഇവരെ ലോകം കല്ലെറിഞ്ഞ് ഓടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധമൊക്കെ ഉണ്ടായി 4 ന്യൂക്ലിയർ ബോംബൊക്കെ പൊട്ടിച്ചിട്ട് പോയി ഒളിച്ചിരുന്നാലോ എന്ന് ഇവരൊക്കെ ആലോചിച്ചാലോ? ഇവർക്ക് വിചാരിക്കണ്ടല്ലേ ഞങ്ങളുടെ കയ്യിലാണ് ലോകം, ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ. അവർ വിചാരിച്ചിട്ടുണ്ടാവുന്നല്ല, അവരുടെ കയ്യിലാണ് ലോകം. അങ്ങനെ വിചാരിക്കാനൊന്നുമില്ല. അവരൊരു 10-15 ആൾക്കാർ വിചാരിച്ചാൽ ലോകത്ത് എന്തും നടക്കും. ഈ പറഞ്ഞ യുദ്ധങ്ങളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരാണ് വിചാരിക്കുന്നത്. അതിന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരാണ്. ട്രംപ് മാത്രമല്ലാന്നേ, ട്രംപൊക്കെ ചെയ്യും ഒരു ഡമ്മി ആയിരിക്കും. ഇതിൻ്റെ പുറകിൽ വലിയ വലിയ ആളുകൾ ഉണ്ടാകും. ഫ്രീ മേസൺസ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ലോകം നിയന്ത്രിക്കുന്ന വലിയ നിഗൂഢ ശക്തിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ യുദ്ധമൊക്കെ നടത്തുന്നത്. ട്രംപ് 2 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ 2 വർഷം കൂടി. US പ്രസിഡൻറ്റിൻ്റെ ഒരു ഡാറ്റയുണ്ട്. US പ്രസിഡൻറ്റിൻ്റെ ആദ്യത്തെ 2 വർഷം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും അവസാനത്തെ 2 വർഷം സ്റ്റോക്ക് മാർക്കറ്റ് കയറുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇതാണ് ആദ്യത്തെ 2 വർഷം മാർക്കറ്റ് മുകളിലേക്കാണ് പോയത്. അവസാനത്തെ 2 വർഷം മാർക്കറ്റ് അതിനകത്ത് മുകളിലോട്ട് പോകുന്നുള്ളത് നോക്കാം. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം 24,400 വേണമെങ്കിൽ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ 22,000 വരെയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ലെവലിൽ നല്ല സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് ഡിഫൻസ് ഡാറ്റ പാറ്റേൺസ് ഒക്കെ ഭയങ്കരമായിട്ട് തിരിച്ചു ഡാറ്റ പാറ്റേൺസ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് 7.45%. പിന്നെ LT ഫുഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ HL അത്രയും കയറിയിട്ടില്ല കേട്ടോ. ഒരു പ്രിസിഷൻ വയേഴ്സ് എന്ന സ്റ്റോക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫെഡറൽ ബാങ്ക് കയറിയിട്ടുണ്ട് 1.1% നോക്കിയായിരുന്നു. പക്ഷെ ഓവറോൾ പോർട്ട്ഫോളിയോ ഇങ്ങനെ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തിരിച്ചു കയറി തുടങ്ങി. അതെ,
അപ്പോൾ അതൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഫാർമ തിരിച്ചു കയറി തുടങ്ങി, ഇതൊക്കെ ഭയങ്കര വലിയ ഫാർമിൽ ഓപ്പർച്യൂണിറ്റി. അത്യാവശ്യം നന്നായിട്ട് കയറിയിട്ടുണ്ട്. യെസ്. അപ്പോൾ മൊത്തത്തിൽ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു ഗ്യാപ്പ് ഇന്നൊക്കെ എനിക്കോട് ഇന്നലെയൊക്കെ ഒരുപാട് പേരിൽ പുട്ടിരുന്നിട്ട് അവരൊക്കെ ഇന്ന് ഓടിയിട്ടുണ്ടാവും അല്ലേ. മാർക്കറ്റ് ആ മുകളിൽ ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പണിങ് ആൻഡ് പക്ക അക്യുമുലേഷൻ കൺസോൾട്ടേഷൻ ആയിരുന്നു. ഈ ന്യൂസിന്റെ പിന്നാലെ ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. സമയത്ത് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എങ്ങാനും ഭാഗ്യം കിട്ടുന്നവർക്ക് ഹ്യൂജ് പ്രോഫിറ്റും പോകുന്നവർക്ക് ഹ്യൂജ് ലോസ് വരെ. സോ ഞാൻ പറയും, നിങ്ങൾ പൊസിഷൻ സൈസ് കുറയ്ക്കുക, നമ്പർ ഓഫ് ട്രേഡ്സ് കുറയ്ക്കുക, അത്രയും പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ച് ലോസ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രം ഈ സമയത്ത് എൻട്രീസ് എടുക്കുക. സ്വിങ്ങൊക്കെ വേണമെങ്കിൽ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി പറയുക. ലോങ് ടേം ട്രേഡേഴ്സിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. 24,400 ഒരു നല്ല ബൈ പ്രൈസാണ്. പിന്നെ നല്ല ബൈ പ്രൈസ് വരുന്നത് 22,000-ലാണ്. സോ നോക്കാം. ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട്. എന്താണെന്നറിയോ, പറയട്ടെ? ട്രേഡ് ടോക്സ് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. ഇതിനു മുമ്പ് കോഴിക്കോട് ഓഫ്ലൈൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു വെബിനാർ പോലെയൊക്കെ വന്നൊരു ഹോട്ടൽ. ഇത് നമ്മുടെ സ്വന്തം ഓഫീസ്, നമ്മുടെ ഓൺ ബിൽഡിങ്ങിൽ നമ്മൾ കോഴിക്കോട് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കോട് കൂടി ലോഞ്ച് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുന്നു. സോ എല്ലാവരും വിളിക്കും, അപ്പോൾ എല്ലാവരും എത്തണം. അപ്പോൾ ട്രേഡ് ടോക്സ് ഇനി കോഴിക്കോട്. യെസ്. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.